സായാഞ്ജലി ഭാഗം 12. മുരളിയേട്ടന് ഇപ്പോഴും ആളെ മനസ്സിലായില്ലേ? നമ്മുടെ അനുമോൾ അനുരാധ, അവളെയാണ് സായി ഇഷ്ടപ്പെടുന്നത്. സുമലത ഗമയോടെ പറഞ്ഞു. ആഹാ, വണ്ടർഫുൾ സെലക്ഷൻ. അമ്മ അനുരാധയുടെ പേര് പറഞ്ഞത് കേട്ട് സായും മഹിയും മുഖത്തോട് മുഖം നോക്കി പൊട്ടിച്ചിരിച്ചു. ഈ മണ്ടത്തരം പറയാനാണോ അമ്മ ഇത്രയും ബിൽഡപ്പൊക്കെ കൊടുത്തത്? മഹിമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മഹി പറഞ്ഞതുപോലെ ഈ മണ്ടത്തരത്തിന് വേണ്ടിയാണോ അമ്മ ഇത്ര തലപുകച്ചത്? അമ്മയ്ക്ക് വേറെ ആരെയും കിട്ടിയില്ലേ പറയാൻ? സായും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അനുരാധയല്ലേ? സുമലതയുടെ മുഖത്തെ ചമ്മൽ കണ്ട് മുരളിക്ക് ചിരി വന്നു. അനുരാധയൊന്നും അല്ല അമ്മ, ഷീസ് ലൈക്ക് മഹിമ ടു മീ. മഹിമയും അനുരാധയും തമ്മിൽ എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല. അവൾ ഇതൊന്നും അറിയണ്ട. അറിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് പഠിക്കാനുള്ള തീരുമാനം തന്നെ അവൾ വേണ്ടെന്ന് വെക്കും എന്ന് പറഞ്ഞ് സായി അമ്മയെ കളിയാക്കി. മോനെ, പിന്നെ ആരാണ് ആ പെൺകുട്ടി? മുരളി ആകാംക്ഷയോടെ ചോദിച്ചു. അഞ്ജലി. അവളെ ഓർത്തുകൊണ്ട് സായി പറഞ്ഞു. അഞ്ജലിയോ? ഏതാണ് ആ കുട്ടി? സുമലത ചോദിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും സങ്കല്പങ്ങൾക്കനുസരിച്ചൊരു കുട്ടിയാണോ അവളെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് അഞ്ജലിയെ ഒരുപാട് ഇഷ്ടമായി. അഞ്ജലിയുമായി എന്തോ ഒരു ആത്മബന്ധമുള്ള പോലെ. മോനെ, ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് യാതൊരു സങ്കല്പങ്ങളുമില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട കുട്ടി അതാരാണെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, മുരളി പറഞ്ഞു. അവളൊരു സാധാരണ കുടുംബത്തിലുള്ളവളാണ്. അവളുടെ പേരല്ലാതെ അവളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അവളുടെ പേരൻസ്, കുടുംബം യാതൊന്നും എനിക്കറിയില്ല, സായി പറഞ്ഞു. മോനെ, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ഒരു കുട്ടിയായിരിക്കണം, അത്രയും ഞങ്ങൾക്കുള്ളൂ. അവളുടെ ജാതിയോ മതമോ കുടുംബമോ ഒന്നും ഞങ്ങൾക്ക് വിഷയമല്ല. നിനക്കിഷ്ടമായല്ലോ, അത് മതി. അവൾ എങ്ങനെയുള്ളവളാണെങ്കിലും ഞങ്ങൾക്കിഷ്ടപ്പെടും. ഞങ്ങൾക്ക് അവൾ മഹിയെപ്പോലെ തന്നെയായിരിക്കും, സുമലത മകൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് അച്ഛാ, അമ്മ. ഏട്ടാ, ലവ് സ്റ്റോറി പറഞ്ഞു കൊടുക്ക്, മഹിമ ആവേശത്തോടെ പറഞ്ഞു. ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരൽപ്പം നാണത്തോടെ സായി പറഞ്ഞു തുടങ്ങി. പൂജയ്ക്ക് പൂക്കൾ വാങ്ങിക്കാൻ അമ്മ എന്നെ ഏൽപ്പിച്ചിരുന്നില്ലേ? അന്ന് ഞാൻ മാർക്കറ്റിൽ പൂ വാങ്ങാൻ പോയത് അവളുടെ കടയിലാണ് അച്ഛാ. നല്ല ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്ന പൂക്കൾ കണ്ടപ്പോൾ കൗതുകം തോന്നിയാണ് ഞാൻ ആ കടയിലേക്ക് പോയത്. അപ്പോഴാണ് അവളെ ഞാൻ ആദ്യമായി കാണുന്നത്. ആ കുട്ടി പൂക്കച്ചവടമാണോ ചെയ്യുന്നത്? മുരളി ചോദിച്ചു. അതെ അച്ഛാ, പിന്നെന്തോ പഠിക്കുന്നുമുണ്ട്, സായി പറഞ്ഞു. പൂജ കഴിഞ്ഞിട്ട് 3-4 ദിവസമല്ലേ ആയിട്ടുള്ളൂ? ഇത്രയും പെട്ടെന്ന് പ്രണയമൊക്കെ തോന്നിയോ? അതല്ലേ അമ്മ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത്, മഹിമ ആവേശത്തോടെ പറഞ്ഞു. നിന്റെ ഇഷ്ടത്തെപ്പറ്റി നീ ആ കുട്ടിയോട് പറഞ്ഞോ? സുമലത ചോദിച്ചു. ആ, പറഞ്ഞു അമ്മ. നാളെ എന്നോട് അമ്മൻ കോവിലിലേക്ക് വരാൻ പറഞ്ഞിരിക്കുകയാണ്. അവിടെ വെച്ച് സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. അച്ഛൻ്റെയും അമ്മയുടെയും അഭിപ്രായം എന്താണ്? സായി ചോദിച്ചു. അമ്മയ്ക്ക് യാതൊരു ഇഷ്ടക്കുറവുമില്ല. എൻ്റെ മകന് ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം തോന്നിയ കുട്ടിയല്ലേ, തീർച്ചയായും അവൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടാകും. നാളെ അഞ്ജലി സംസാരിക്കാമെന്നല്ലേ പറഞ്ഞത്? പോയി കണ്ടിട്ട് അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് അറി. എന്നിട്ട് നമുക്ക് ആ കുട്ടിയുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ തീരുമാനിക്കാം, അല്ലേ മുരളിയേട്ടാ? സുമലത ചോദിച്ചു. മുരളി മറുപടിയൊന്നും പറയാതെ മൗനം പാലിച്ചിരിക്കുന്നത് കണ്ട്, അച്ഛാ, അച്ഛനെന്താ ഒന്നും പറയാത്തത്? അവളൊരു പൂക്കച്ചവടക്കാരിയായതുകൊണ്ട് അച്ഛനെന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? സായി ചെറിയൊരു വിഷമത്തോടെ ചോദിച്ചു. ഹേയ്, ഒരിക്കലുമില്ല മോനെ. ഞാൻ നിൻ്റെ മനസ്സിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നീ ഇപ്പോൾ എത്ര വലിയ ഉയർച്ചയിലാണ് നിൽക്കുന്നത്. നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് എത്ര വലിയ ബന്ധങ്ങളിൽ നിന്നൊക്കെയാണ് ഓരോ പ്രപ്പോസലുകൾ വരുന്നത്. എൻ്റെ മോൻ അതിലൊന്നും വീഴാതെ സാധാരണയിലും സാധാരണമായി സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ നീ നിൻ്റെ ജീവിത സഖിയായി കണ്ടെത്തിയിരിക്കുന്നു. പണത്തിൻ്റെയോ പ്രശസ്തിയുടെയും യാതൊരു അഹങ്കാരവുമില്ലാതെ നിൻ്റെ വളർച്ചയോടൊപ്പം നീ എത്രയെത്ര ആളുകളെയാണ് കൈപിടിച്ചുയർത്തിയത്. നിന്നെ ആശ്രയിച്ച് എത്ര പേരാണ് ഇന്ന് ജീവിക്കുന്നത്. ഇത്രയും ഡൗൺ ടു എർത്തായി നിന്നെ വളർത്തിയെടുത്തതിന് സുമലതയെ നോക്കി സ്നേഹത്തോടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് താങ്ക്സ്, ഇത്രയും നല്ലൊരു മകനെ തന്നതിന്, മുരളി പറഞ്ഞു. ഈ മനുഷ്യൻ എന്നെ സെൻറ്റി അടിച്ച് കരയിപ്പിക്കാനായിട്ട് ഇരുന്ന് ഓരോന്നും പറഞ്ഞോളും. നിങ്ങളുടെ സ്വഭാവമാണ് നമ്മുടെ മകന് കിട്ടിയിരിക്കുന്നത്. അതാ അവൻ ഇത്രയും നന്മയുള്ളവനായത്, സുമലത പറഞ്ഞു. അച്ചോടാ ഏട്ടാ, ഇത് നോക്കിക്കേ. ഏട്ടൻ്റെ പ്രണയത്തെപ്പറ്റി പറയുമ്പോൾ ഇപ്പോൾ ദാ
ഇവർ രണ്ടും കൂടി പ്രേമിക്കുന്നു നോക്ക്, മഹി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. മഹിമ പറഞ്ഞത് കേട്ട് അവർ ചിരിച്ചു. ഇനി നിനക്കൂടി ഒരു പാർട്ട്ണറിനെ കണ്ടെത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ശരിക്കും ഒന്ന് പ്രേമിക്കാൻ, സുമലത പറഞ്ഞു. എൻ്റെ ഹൗസ് സർജൻസി കഴിഞ്ഞ് ഞാനൊരു ഹോസ്പിറ്റലിൽ കയറിയിട്ട് മതി എനിക്കുള്ള പാർട്ട്ണറിനെ കണ്ടുപിടിക്കൽ. അല്ലാതെ പിന്നെ ഇപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടുപിടിക്കുമെന്ന് നീ വിചാരിച്ചോ? പഠിത്തം കഴിഞ്ഞ് ജോലിയിൽ കയറിയിട്ട് തന്നെ നിന്റെ കല്യാണം നടത്തൂ, മുരളി പറഞ്ഞു. അപ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവരുടെ മുന്നിലെത്തി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ, മോനെ അഞ്ജലിയുടെ ഫോട്ടോ വല്ലതുമുണ്ടോ? സുമലത ചോദിച്ചു. ദേ അമ്മ, എൻ്റെ പ്രണയം തന്നെ ഓക്കെ ആയിട്ടില്ല, അപ്പോഴാണ് ഫോട്ടോ, സായി ചിരിയോടെ പറഞ്ഞു. നാളെ പോകുമ്പോൾ നമുക്ക് കൂടി പോയാലോ അമ്മ? നമുക്ക് നേരിൽ കാണാലോ, മഹിമ അമ്മയോട് ചോദിച്ചു. ഇപ്പോൾ നിങ്ങൾ ആരും വരണ്ട, ഞാൻ നാളെ അഞ്ജലിയുമായി സംസാരിക്കട്ടെ. എന്നിട്ട് എന്തെങ്കിലും ഒരു അനുകൂലമായ മറുപടി കിട്ടിയാൽ നിങ്ങളെ നാളെ തന്നെ കൊണ്ടുപോയി കാണിക്കാം, പോരെ? സായി പറഞ്ഞതാണ് ശരി. സായിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണെന്ന് കരുതി ആ കുട്ടിയുടെ തീരുമാനമോ താല്പര്യമോ ഒന്നും അറിയാതെ നമ്മൾ പോയി കാണുന്നത് ശരിയല്ല, മുരളി പറഞ്ഞു. ഈ വിവരം അറിഞ്ഞ അച്ചമ്മയ്ക്കായിരിക്കും ഏറ്റവും സന്തോഷം, സുമലത സായിയോട് പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവർ വീട്ടിലേക്ക് തിരിച്ചു. വീടെത്തിയതും അഞ്ജലിയുടെ കാര്യം അവർ അച്ചമ്മയോട് പറഞ്ഞു. സായിയുടെ പ്രണയത്തെപ്പറ്റി അറിഞ്ഞതും അച്ചമ്മ സന്തോഷം കൊണ്ട് സായിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ആ വീട്ടിലാകെ സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു. പക്ഷേ പിറ്റേന്ന് അഞ്ജലി സായിയോട് എന്ത് പറയുമെന്നുള്ള ആകുലതയും അവർക്കുണ്ടായിരുന്നു. അനുരാധ ഡൽഹിയിലെത്തിയതും അവർ അവിടെ എത്തിയ വിവരം പറയാനായി സായിയെ ഫോൺ വിളിച്ചു. ഞങ്ങളിവിടെ സേഫായി എത്തി. വി ഓൾ മിസ് യു അനു. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു സായി എന്ന് അനുരാധ മനസ്സിൽ പറഞ്ഞുകൊണ്ട്. ഐ ടു മിസ് യു ഓൾ. സായി കിടന്നോ? ഇല്ല, കുറച്ച് ഓഫീസ് വർക്ക് ചെയ്തു തീർക്കാനുണ്ട്. എന്നാൽ സായി വർക്ക് ചെയ്തോളൂ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, നീ വേഗം നാട്ടിലേക്ക് വരണേ. വന്നിട്ട് വേണം എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ നിന്നെ ഏൽപ്പിച്ച് എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ. എല്ലാം ബോസിന്റെ ഉത്തരവ് പോലെ, ഒരു ചിരിയോടെ അനുരാധ പറഞ്ഞു. അനുരാധ പറഞ്ഞത് കേട്ട് സായി ചിരിച്ചുകൊണ്ട്, ഓക്കെ ഗുഡ് നൈറ്റ്, എനിക്ക് കുറച്ച് വർക്കുണ്ട്, ബൈ. ഓക്കെ ഗുഡ് നൈറ്റ് സായി. അനുരാധ ബെഡിൽ സായിയുടെ ഫോട്ടോസും നോക്കി അവർ ഒരുമിച്ചിരുന്ന നിമിഷങ്ങൾ ഓർത്ത് കിടന്നു. ഓഫീസ് വർക്കുകളെല്ലാം കഴിഞ്ഞ് സായി ബെഡിൽ വന്ന് കിടന്നു. സായിയുടെ മനസ്സ് മുഴുവൻ നാളെ അഞ്ജലി തന്നോട് എന്ത് പറയുമെന്ന ചിന്തയായിരുന്നു. അഞ്ജലിയുടെ കാര്യം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വീട്ടുകാരോട് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് സായിക്ക് തോന്നി. ഒരുപക്ഷെ അഞ്ജലിക്ക് ആരോടെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ മാരേജ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ തൻ്റെ ഇഷ്ടം എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഞാൻ ഒട്ടും ചിന്തിച്ചില്ല. അസ്വസ്ഥതയോടെ സായി കിടന്നു. പിറ്റേന്ന് കാലത്ത് അഞ്ജലി പറഞ്ഞ സമയത്ത് സായി അമ്മൻ കോവിലിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ, മോനെ ഓൾ ദ ബെസ്റ്റ്, ടെൻഷൻ അടിച്ച് കൊളമാക്കല്ലേ. അവൾ യെസ് പറയാൻ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, സുമലത പറഞ്ഞത് കേട്ട്. എന്നെ എത്രമാത്രം മനസ്സിലാക്കുന്നവരാണ് എൻ്റെ ഫാമിലി, താങ്ക് ഗോഡ് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്. താങ്ക് യു അമ്മ, സായി പറഞ്ഞു. ഈശ്വര, എൻ്റെ വീട്ടുകാരുടെ മുഖത്തെ ഈ സന്തോഷം ഇല്ലാതാവരുതേ. ഇങ്ങനെ ഒരു വീട്ടുകാരെ കിട്ടാൻ താൻ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പുണ്യമാണ് ചെയ്തിരിക്കുക. എൻ്റെ ഓരോ ചെറിയ സന്തോഷങ്ങൾ പോലും അവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് ഓർത്തപ്പോൾ സന്തോഷം കൊണ്ട് സായിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ബായ് ഏട്ടാ, പിന്നെ ഞാനിവിടെ ക്ഷമനശിച്ചിരിക്കുന്ന കാര്യം മറക്കല്ലേ. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞും എന്നെ വിളിക്കണേ, മഹി പറഞ്ഞു. ഹോ, എന്തൊരാകാംക്ഷ, അടിയൻ്റെ ഉത്തരവ് പോലെ, ഞാൻ വിളിച്ചോളാം, സായി ഒരു ചിരിയോടെ പറഞ്ഞു. ബൈ മഹി. കുറച്ചു കഴിഞ്ഞതും സായി അഞ്ജലിയെ കാണാൻ അമ്മൻ കോവിലിലേക്ക് പോയി. ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അഞ്ജലി സായിയോട് എന്താണ് പറയാൻ പോകുന്നത്? സായിയുടെ പ്രണയം ഇവിടെ വിജയിക്കുമോ, അതോ അനുരാധയുടെ പ്രണയമാണോ വിജയിക്കാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻസിനായി കാത്തിരിക്കുന്നു. തുടർഭാഗത്തിനായി കാത്തിരിക്കുക.